നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥുനം രാശിക്കാരെ, ചില ആഴ്ചകൾ വലിയ സംഭവങ്ങളൊന്നും നടക്കാതെ കടന്നുപോകും. എന്നാൽ ചില ആഴ്ചകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ ദിവസങ്ങൾ പോലെ തോന്നിയാലും നമ്മുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിന് അടിത്തറ ഇടുന്ന സമയമായിരിക്കും. ഓഗസ്റ്റ് 16 മുതൽ 22 വരെയുള്ള ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് അത്തരമൊരു ഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ നിങ്ങൾ എടുത്ത ഒരു തീരുമാനം, നടത്തിയ ഒരു സംഭാഷണം, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിവെച്ചിരുന്ന ഒരു കാര്യത്തിൽ എടുത്ത ചെറിയൊരു നീക്കം പോലും പിന്നീട് വലിയ മാറ്റത്തിന് കാരണമാകാൻ സാധ്യത ഉണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. എല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന ആഴ്ചയല്ല ഇത്. പക്ഷേ ശരിയായ സമയത്ത് ശരിയായ അവസരം തിരിച്ചറിയുന്നവർക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു ആരമാണ്. അതുകൊണ്ട് ഈ വാരഫലത്തിൽ ജോലി, ബിസിനസ്, സാമ്പത്തികം, കുടുംബം, വിവാഹം, പ്രണയം, വിദ്യാർത്ഥികൾ, യാത്ര, ഭാഗ്യം എന്നിവ മാത്രമല്ല, മിഥുനം രാശിക്കാർ ഈ ആഴ്ച എന്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത് എന്നതും നമുക്ക് നോക്കാം. മിഥുനം രാശിക്കാരുടെ ഈ ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്താണെന്ന് അവസാന ഭാഗം പറയാം. അതിനു മുമ്പ് നിങ്ങളുടെ നക്ഷത്രത്തിന് അനുസരിച്ചുള്ള സൂചനകൾ കൂടി കേൾക്കേണ്ടതാണ്. ആദ്യം ആഴ്ചയുടെ പൊതുവായ പ്രവണത നമുക്ക് നോക്കാം. ഈ മിഥുനം രാശിക്കാർക്ക് സാധാരണയായി ഒരേ സമയം പല കാര്യങ്ങളും ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിൽ വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവസരങ്ങൾ കാണാനുള്ള കഴിവ് ഉണ്ടെങ്കിലും ഏത് അവസരമാണ് ആദ്യം സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകാം. ഈ ആഴ്ച നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ കാര്യത്തിലും ഒരേ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പ്രധാനപ്പെട്ട ഒരു തീരുമാനം മുന്നിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. പക്ഷേ അന്തിമ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ അനുഭവവും യാഥാർത്ഥ്യബോധവും കൂടി ഉപയോഗിക്കുക. ഓഗസ്റ്റ് 16-17 ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മന്ദഗതിയിൽ നീങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നാം. മറുപടി കാത്തിരിക്കുന്നവർക്ക് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. പക്ഷേ അതിനെ പരാജയമായി കാണേണ്ടതില്ല. വൈകുന്നത് എപ്പോഴും നഷ്ടപ്പെടലല്ല. ആഴ്ചയുടെ മധ്യത്തോടെ ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ലഭിക്കാൻ സാധ്യത കാണുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ഉത്തരവാദിത്വം കൂടാൻ സാധ്യത ഉള്ള സമയമാണ്. ഇത് ആദ്യം ഒരു ഭാരമായി തോന്നിയാലും പിന്നീട് അതേ ഉത്തരവാദിത്വം നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി മാറും. മേധാവികളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് ശരിയായ കാര്യമാണെങ്കിലും അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത് ഈ ആഴ്ച പ്രധാനമാണ്. പ്രത്യേകിച്ച് ഓഫീസിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ പ്രശ്നമാക്കാതിരിക്കാൻ നിങ്ങൾ ഈ വാരം ശ്രദ്ധിക്കുക. സഹപ്രവർത്തകന്റെ പെരുമാറ്റം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഉടൻ പ്രതികരിക്കുന്നതിന് പകരം ഒരു ദിവസം കാത്തു നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ആഴ്ച ക്ഷമ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതാണ്. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് പുതിയ വിവരങ്ങൾ ഈ വാരം ലഭിക്കാം. അപേക്ഷ നൽകിയിട്ടുള്ളവർ മറുപടി വരാനുള്ള സാധ്യതയും ഈ വാരം വരുന്നതാണ്. എന്നാൽ ഒരു അവസരം ലഭിച്ച ഉടനെ മറ്റെല്ലാം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സ്ഥിരതയും സാമ്പത്തിക വശവും പരിശോധിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്തുള്ള മിഥുനം രാശിക്കാരായ ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച ആശയങ്ങൾ കൂടുതലായി വരാം. പുതിയ ഉൽപ്പന്നം, പുതിയ സേവനം, പുതിയ മാർക്കറ്റിംഗ് രീതി, ഓൺലൈൻ സാധ്യതകൾ തുടങ്ങിയവയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ വാരം നല്ല വാരമാണ്. എന്നാൽ ഒരു പ്രധാന മുന്നറിയിപ്പ്, ആശയം നല്ലതാണ്,
എന്ന കാരണത്താൽ ഉടൻ വലിയ നിക്ഷേപം നടത്തരുത്. ആദ്യം ചെറിയ രീതിയിൽ പരീക്ഷിക്കുക. കസ്റ്റമറുടെ പ്രതികരണം നോക്കുക. ശേഷം മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതാണ് സുരക്ഷിതത്വം. പങ്കാളിത്ത ബിസിനസ്സിൽ ഉള്ളവർ രേഖകൾ, കണക്കുകൾ എന്നിവ വ്യക്തമായി പരിശോധിക്കുക. വാക്കിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ആശ്രയിക്കുന്നതിനേക്കാൾ എഴുത്തിൽ വ്യക്തത ഉണ്ടാക്കുന്നത് ഈ വാരം നിങ്ങൾക്ക് ഗുണം ചെയ്യും. സാമ്പത്തികമായി ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് വരവും ചെലവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട സമയം ആണ്. പ്രതീക്ഷിക്കാത്ത ചില ചെലവുകൾ കടന്നു വരാം. വീടുമായി സംബന്ധിച്ച കാര്യങ്ങളിൽ യാത്ര, കുട്ടികളുടെ ആവശ്യങ്ങൾ, ഉപകരണങ്ങൾ അല്ലെങ്കിൽ മുമ്പ് മാറ്റിവെച്ചിരുന്ന ചില പേയ്മെൻറ്റുകൾ എന്നിവയിൽ പണം ചെലവാകാൻ ഈ വാരം സാധ്യത കാണുന്നു. അതുകൊണ്ട് പണം കയ്യിൽ വന്നാൽ മുഴുവൻ ചെലവാക്കാതെ ഒരു ഭാഗം മാറ്റിവെക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആഴ്ചയുടെ തുടക്കത്തിൽ ആവശ്യമില്ലാത്ത വാങ്ങലുകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കടം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള സമയപരിധി വ്യക്തമായി മനസ്സിലാക്കി മാത്രം കടം കൊടുക്കുക. സാമ്പത്തികമായി വലിയൊരു ചാട്ടം എടുക്കുന്നതിനേക്കാൾ ഇപ്പോഴത്തുള്ള സ്ഥിതി ശക്തിപ്പെടുത്തുകയാണ് ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുക. കുടുംബത്തിൽ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട സാഹചര്യം ഈ വാരം ഉണ്ടാകാം. നിങ്ങളുടെ മനസ്സിലുള്ളത് മറ്റുള്ളവർ സ്വയം മനസ്സിലാക്കും എന്ന് കരുതി മൂടിവെക്കരുത്. ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായാൽ സംസാരിച്ച് തന്നെ തീർക്കുക. വീട്ടിലെ മുതിർന്ന ഒരാളുടെ അഭിപ്രായം ആദ്യം കടുപ്പമായി തോന്നിയാലും അതിനുള്ളിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായേക്കാം. വീട്ടിൽ സന്തോഷകരമായ ഒരു ചെറിയ ചടങ്ങ്, സന്ദർശനം അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വാർത്ത ഉണ്ടാകാനും ഈ വാരം സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച ചില പുതിയ വിവരങ്ങൾ ലഭിക്കാം. നേരത്തെ സംസാരിച്ചിരുന്ന ഒരു ബന്ധം വീണ്ടും പരിഗണിക്കപ്പെടാം. വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ പുറം കാഴ്ചയേക്കാൾ സ്വഭാവം, ഉത്തരവാദിത്വബോധം, കുടുംബപരമായ പൊരുത്തം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാൻ ഈ വാരം അവസരം ലഭിക്കും. പഴയ വിഷയം വീണ്ടും എടുത്തു പറയുന്നത് ഒഴിവാക്കുക. പഴയ കണക്കുകൾ തുറക്കുന്നതിനേക്കാൾ പുതിയ ധാരണ ഉണ്ടാക്കുന്നതാണ് ഈ ആഴ്ച നല്ലത്. പ്രണയിക്കുന്നവർക്ക് ഈ ആഴ്ച വികാരങ്ങൾ കുറച്ച് ശക്തമായിരിക്കും. ഒരു ചെറിയ മെസ്സേജിനോ ഫോൺ കോളിനോ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അർത്ഥം നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംശയം തോന്നിയാൽ ഊഹിച്ച് തീരുമാനം എടുക്കരുത്. നേരിട്ട് സംസാരിക്കുക. അകലം ഉണ്ടായിരുന്നവർക്ക് വീണ്ടും ആശയവിനിമയം ആരംഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. പക്ഷേ പഴയ പ്രശ്നം അതേ രീതിയിൽ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഇരുവരും തയ്യാറാകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുത്തേണ്ട സമയമാണ്. പഠിക്കാൻ നല്ല സമയം ഇല്ല എന്നതല്ല പ്രധാന പ്രശ്നം. ശ്രദ്ധ പല ഭാഗത്തേക്കും പോകുന്നതാണ്. ഫോൺ, സോഷ്യൽ മീഡിയ, ചെറിയ കാര്യങ്ങൾ എന്നിവ പഠന സമയത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചയ സമയക്രമം ഉണ്ടാക്കേണ്ടതാണ്. ഒരേ സമയം പല വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഒരു വിഷയം പൂർത്തിയാക്കി അടുത്തതിലേക്ക് പോകുന്നതാണ് ഗുണം ചെയ്യുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ആഴ്ച പഴയ ചോദ്യപേപ്പറുകളും റിവിഷനുകളും സഹായകരമാകും.